ഓട്ടോറിക്ഷ തൊഴിലാളികളോടൊക്കെ നമുക്ക് വലിയ ബഹുമാനമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടില് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയും അയാളുടെ ഓട്ടവും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമായി തീരുകയാണ്. ഈ പുള്ളിക്കാരന്റെ ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി വലിയൊരു ഫാനാണ് തീവ്രവാദിയുടെ, ആഗോള തീവ്രവാദിയുടെ വലിയൊരു ഫാനാണ്. എറണാകുളത്തെ ആലുവ സ്വദേശിയായിട്ടുള്ള ഈ ഒരു ഓട്ടോറിക്ഷക്കാരൻ, പുള്ളിക്കാരൻ ഈ ഒരു എന്താണ് ഇസ്രായേലിന്റെ ആണെന്ന് തോന്നുന്നു, വലിയൊരു നേതാവുണ്ട്. ഇസ്രായേലിന്റെ അല്ല, ഹമാസിന്റെ വലിയൊരു നേതാവായിട്ടുള്ള ഇസ്മായിൽ ഹനിയ. അദ്ദേഹം 2006 പാലസ്തീന്റെ പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് ഇയാള് ഇപ്പോ സഞ്ചാരം നടത്തുന്നത്. ഓട്ടോറിക്ഷ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചിത്രങ്ങളൊക്കെ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളം ഒരു ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വലിയൊരു ഈറ്റില്ലമായി തീരുന്നോ എന്നുള്ള ചോദ്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉയർന്നു കേൾക്കുകയാണ്. പക്ഷെ അത് സത്യമാണെന്ന് തെളിയിക്കുന്ന ഓരോ സാധനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് തോന്നുന്നു? ഇപ്പോ ഇസ്രായേൽ ഇറാന് അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് നൽകിയ പേജർ ആക്രമണം നമ്മളൊക്കെ കണ്ടതാണ്. ഒരിക്കലും അവർ പോലും പ്രതീക്ഷിക്കാത്ത ആക്രമണമാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഏതൊക്കെ തരത്തിൽ ഇസ്രായേലിന്റെ ചാര സംഘടനയായ മൊസാദിൽ നിന്ന് ആക്രമണം നേരിടേണ്ടി വരും എന്ന് അവർക്കറിയില്ല. ഈ ഇസ്രായേൽ ഇറാൻ അല്ലെങ്കിൽ ഹിസ്ബുള്ള ഹമാസ് യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ പലസ്തീന് വേണ്ടിയും ഹമാസിന് വേണ്ടിയും ഹിസ്ബുള്ളയ്ക്ക് വേണ്ടിയും കരഞ്ഞ് നിലവിളിക്ക് മെഴുകുന്നവരാണ് കേരളത്തിലുള്ളവർ. അത് നമ്മളൊക്കെ കണ്ടതാണ്. ഇപ്പൊ നേരത്തെ ഒരു ചർച്ചയിൽ പാർത്തൻ പറഞ്ഞതുപോലെ CPM മാത്രമല്ല, മുസ്ലിങ്ങളും കോൺഗ്രസ്സുകാരും ഒക്കെ ഇവർക്ക് വേണ്ടി കരയുന്നവരാണ്. പക്ഷെ സാധാരണക്കാർ കുറച്ചുകൂടി ഇവരൊക്കെ രാഷ്ട്രീയം കളിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പാർട്ടികൾ. പക്ഷെ സാധാരണക്കാർ അങ്ങനെയല്ല. ഓട്ടോറിക്ഷ തൊഴിലാളികളെ എപ്പോഴും നമ്മൾ സാധാരണക്കാരായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ആഗോള ഭീകരനെ ദൈവമായി കണ്ട് ആരാധിക്കുന്ന, അയാളുടെ ഫോട്ടോ വച്ച് ആരാധിക്കുന്ന ഒരു രീതി, കേരളം ഒരു തീവ്രവാദത്തിന്റെ ഹബ്ബാണെന്ന് P. ജയരാജൻ പറഞ്ഞ് നാവ് വായിലിടുന്നതിന് മുൻപേ തന്നെ ഇത്തരത്തിൽ ഒരു കാഴ്ച ആലുവയിൽ, കൊച്ചിയിലെ ആലുവയിൽ നമ്മൾ കാണണമെങ്കിൽ ഇത് ഒരാൾ മാത്രമല്ല, ഇതിന്റെ പിന്നിൽ ഒരുപാട് പേർ ഉണ്ട്. ഇനി എന്തെങ്കിലും ഗൂഢാലോചനകൾ ഇവർ നടത്തുന്നുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം പലസ്തീനിലെ പ്രധാനമന്ത്രിയായിരുന്ന ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്നത് ഒരു നിസ്സാരക്കാരനായിട്ടുള്ള ഒരാളല്ല. അയാൾ ഒരു ആഗോള ഭീകരനായ ഒരാളാണ്. അയാളുടെ ഫോട്ടോ വച്ച് ഈ പേജർ ആക്രമണത്തിന് സമാനമായി അത്തരത്തിലുള്ള വിമർശനമാണ് ഉയരുന്നത്. പേജർ ആക്രമണത്തിന് സമയമായി എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ കേരളത്തിൽ ആരെങ്കിലും ഗൂഢാലോചന നടത്തുന്നുണ്ട്? ഇപ്പോൾ നമുക്കറിയാം, ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഈ യുഎസിന്റെ ഇടക്കാല സർക്കാർ വന്നതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ നിരവധി തീവ്രവാദികളെ അവർ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. അവർ നമ്മുടെ അതിർത്തികൾ വഴി ഇന്ത്യയിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്ത്യയിലെ മദ്രസകളിൽ അവർ അധ്യാപകരായി എത്തി അവിടെ നിന്ന് ഗൂഢാലോചനകൾ ഇന്ത്യക്കെതിരെ നടത്തുന്നുണ്ടെന്ന് പറയുന്നു. മാത്രമല്ല, മമതാ ബാനർജിയോട് അവിടെ നിന്ന് വന്ന ഒരു ഭീകരൻ പറയുന്നു, നിങ്ങൾ ബംഗാളിനെ ഒരു രാജ്യമാക്കി പ്രഖ്യാപിക്കൂ, നമുക്ക് ഇന്ത്യക്കെതിരെ തിരിയാം. ബംഗ്ലാദേശും പാകിസ്ഥാനും ബംഗാളും കൂടെ ചേർന്ന് ഒരു വലിയ രാജ്യമാക്കിക്കൊണ്ട് നമുക്ക് ഇന്ത്യക്കെതിരെ തിരിയാം എന്ന് പറയുന്നു. അപ്പോൾ മാത്രമല്ല, ധാക്കയിലെ ഒരു അധ്യാപകൻ പാകിസ്ഥാനോട് ആണവായുധം ചോദിച്ചിരിക്കുന്നു ഇന്ത്യയെ ആക്രമിക്കാൻ. അപ്പോൾ ഇന്ത്യ വിരോധികളായ കുറെ പേർ ഇന്ത്യക്കെതിരെ തിരിയാൻ ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നു. അതൊക്കെ നമ്മുടെ അന്വേഷണ ഏജൻസികളുടെയും നമ്മളെ ഉദ്യോഗസ്ഥരുടെയും മികവ് കൊണ്ട് അതൊക്കെ മാറിപ്പോകുന്നു എന്നുള്ളത് ഒരു വശം. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും കേരളത്തിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, തീവ്രവാദികളെ ഹീറോയായി കാണുന്ന, എപ്പോഴും നമ്മൾ മീഡിയ 1 ചാനലിനെയാണ് ഈ അടുപ്പുകൂട്ടി ചർച്ചയിൽ എപ്പോഴും ഈ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി, പലസ്തീന് വേണ്ടി, ഹമാസിന് വേണ്ടിയും ഇട്ട് കരയുന്ന നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനപ്പുറം താലിബാൻ വിസ്മയം അവരെ കരയുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഒരു സാധാരണക്കാരൻ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് ഇത് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടുന്നുള്ളതാണ്. അത് കേരളത്തിൽ എങ്ങനെ കഴിയുന്നു, ധൈര്യം എവിടെന്ന് എന്ന് ചോദിച്ചാൽ കേരളം തീവ്രവാദത്തിന് തഴച്ച് വളരാൻ കഴിയുന്ന മണ്ണാണ്. ഇവിടെ നിന്ന് തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടുന്നുണ്ട്. അത് സർക്കാരുകൾ പുറത്തുവിടുന്നില്ല എന്ന് മാത്രമല്ല, ഈരാറ്റുപേട്ടയിൽ നിന്നൊക്കെ നിരവധി പേർ IS-ൽ ചേർന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിൽ തന്നെ എത്ര ഉദാഹരണങ്ങൾ, നിമിഷ ഫാത്തിമ, ഹാദിയ പോലുള്ള എത്ര ഉദാഹരണങ്ങൾ. അപ്പോ
ഇത്തരത്തിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കുറച്ചുപേർ കേരളത്തിലുണ്ട്. അതിൽ ഒരു സംശയവും വേണ്ട. അതിൽ സാധാരണക്കാരനും ഒഴിച്ചു നിർത്താൻ കഴിയില്ല എന്നുള്ളതല്ലേ നമ്മുടെ ഈ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ ഈ ഒരു പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഇതിന് എല്ലാ വിധത്തിലുള്ള പിന്തുണ, ഇസ്ലാമിക തീവ്രവാദം കേരളത്തിൽ തഴച്ചു വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ LDF സർക്കാർ, CPM ഏതെങ്കിലും രീതിയിലുള്ള പിന്തുണ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നൽകുന്നുണ്ടോ, നൽകി പോരുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. കാരണം അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആളുകൾക്ക്, അതും ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി നമുക്കറിയാം, അപ്പൊ ഏത് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായിരിക്കും എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അത്തരം ഒരാൾക്ക് ധൈര്യം കിട്ടുന്നതിന് പിന്നിലുള്ള ഒരു പ്രചോദനം എന്താ? തീർച്ചയായും നോക്കൂ ധന്യ ഗൗതം, ഇവിടെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, മുംബൈയിൽ ഭീകരാക്രമണം, അജ്മൽ കസബ് അവിടെ താജ് ഹോട്ടലിൽ വലിയ രീതിയിൽ ആക്രമണം നടത്തി, വലിയ അറ്റാക്കിലൂടെ, വലിയ ഓപ്പറേഷനിലൂടെയാണ് അദ്ദേഹത്തെ പിടികൂടുകയൊക്കെ ചെയ്തത്. അയാളുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി പ്രകടനങ്ങൾ നടന്ന, വാദങ്ങൾ നടന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. മാത്രമല്ല സദ്ദാം ഹുസൈൻ്റെ ഒക്കെ കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം, അത് അവിടെ നിൽക്കട്ടെ. പൊതുവെ അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ എടുത്ത് പറയണം. നമ്മുടെ ഇപ്പോഴത്തെ ഡൽഹി മുഖ്യമന്ത്രി അതിഥി, അങ്ങനെയല്ലേ അവരുടെ പേര്, അതിഷി വർഷങ്ങളോളം അവർ അഫ്സൽ ഗുരുവിന് വേണ്ടി കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടത്തിയ ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ തലസ്ഥാന നഗരം ഭരിക്കുന്നത്. അതായത് തീവ്രവാദിക്ക് വേണ്ടി വാദിച്ച ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ തലസ്ഥാനം ഭരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ ഭയപ്പെടണം എന്നുള്ളതാണ്. തീർച്ചയായും ഭയപ്പെടുക തന്നെ വേണം. കാര്യം ഇവിടെ ഇപ്പോൾ കൊച്ചിയിലാണ്, ആലുവ രജിസ്ട്രേഷൻ ഉള്ള ഓട്ടോറിക്ഷയിലാണ് ഇത്തരമൊരു ചിത്രം, ഇസ്മയിൽ ഹനിയയുടെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് ഓടുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന കാര്യമുള്ളത്. അതായത് യഥാർത്ഥത്തിൽ ആ ഓട്ടോ ഡ്രൈവർ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു ചിത്രം അവിടെ വെച്ച് ഓടുന്നതെങ്കിൽ, ഇനി അറിയാതെ ആരെങ്കിലും കയറി ഒട്ടിച്ചത് അദ്ദേഹത്തിന് അറിയില്ല എങ്കിൽ പോട്ടെ, പക്ഷെ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ അത് എത്രമാത്രം ഗുരുതരമാണ് എന്ന് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നേരത്തെ ഗൗതം ചോദിച്ചതുപോലെ കേരളത്തിലെ CPM, അതുപോലെ തന്നെ കേരളത്തിലെ CPM മാത്രമല്ല, വലത് അല്ലെങ്കിൽ എന്താണ് പറയുക, UDF-ഉം മുസ്ലിം ലീഗും CPM-ഉം ഒക്കെ തന്നെ ഇവിടെ ഒരു ഇസ്ലാമിക അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ട് നേടാൻ വേണ്ടി ഏത് തീവ്രവാദത്തെയും അനുകൂലിക്കുന്ന രീതിയിലേക്ക് ഇവിടെ കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ്. ഈ അടുത്ത് P. ജയരാജൻ ISIS-ന്റെ റിക്രൂട്ട്മെന്റിന്റെ കാര്യം പറഞ്ഞു. ISIS റിക്രൂട്ട്മെന്റിന്റെ കാര്യം ഇതിലൂടെ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തില് പൊതുവെ പറയുന്നുണ്ട് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയൊക്കെ സംസാരിക്കുന്നത് സംഘികൾ മാത്രമാണ്. പക്ഷെ അല്ല, കമ്മ്യൂണിസ്റ്റുകാരും ഇപ്പോൾ സംസാരിച്ചു തുടങ്ങി. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് P. ജയരാജന്റെ പ്രതികരണം. കണ്ണൂരിലെ ഒരു പ്രാദേശിക ഒരു മാധ്യമത്തിന് നൽകിയ ഒരു ഇന്റർവ്യൂലാണ് അദ്ദേഹത്തിന് വരാൻ പോകുന്ന പുസ്തകത്തിൽ ഈ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നത്. തിരുത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് അപ്പൊ തന്നെ പാർട്ടിയിൽ നിന്ന് സമ്മർദ്ദമുണ്ടായി. ആ കാര്യം എന്തിനിപ്പോ പറഞ്ഞു? അപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞു ഇപ്പോഴുള്ള കാര്യം VS 2006 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് കേരളത്തിൽ വലിയ രീതിയിലുള്ള ജിഹാദികള് വലിയ രീതിയിൽ വ്യാപകമായിട്ട് പെരുകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന DGP ബെഹ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നൊന്നും അവരെയൊക്കെ സംഘികളാക്കി. സെൻകുമാർ എന്ത് പറഞ്ഞാലും സംഘികളാക്കുന്ന ഒരു രീതിയായി. അതെ അതെ. ഈ P. ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വന്നാൽ, ഈ P. ജയരാജൻ പറഞ്ഞ ആ ISIS-ഉമായി ബന്ധപ്പെട്ട മുൻപേ ഉള്ള വിഷയത്തെ അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് P. ജയരാജൻ എതിർത്തു. പാർട്ടിയിൽ നിന്ന് വ്യക്തമായ വിലക്കുകൾ ഉണ്ടായി. പാർട്ടിയിൽ അനുഭാവികൾക്കിടയിൽ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായി. ഒരു സുഡാപ്പി സൈബർ പട തന്നെ P. ജയരാജനെതിരെ രംഗത്ത് വന്നു. കണ്ണൂരിൽ സംഘിസം വളരുകയാണ്, CPM മൊത്തം സംഘികൾക്ക് എഴുതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതായത് ISIS-നെ പറയുമ്പോൾ എങ്ങനെയാണ് ഇസ്ലാം സമുദായത്തെ, മുസ്ലിം സമുദായത്തെ പറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്ത കാര്യം. ഇസ്ലാം ഇരവാദം മുഴക്കുകയാണ് ഇവിടെ. യഥാർത്ഥത്തിൽ മതേതരത്വം ഇഷ്ടപ്പെടുന്ന, മനുഷ്യനെ മനുഷ്യനായി കാണുന്ന, ഒരു പ്രശ്നവുമില്ലാത്ത എത്രയോ അധികം മുസ്ലിം സഹോദരന്മാർ ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ ISIS-നെ പറഞ്ഞാൽ അത് ഇസ്ലാമിനെ പറയുകയാണ് എന്ന നെറേഷൻ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് സുഡാപ്പികളാണ്. അങ്ങനെയാണെങ്കിൽ RSS-നെ പറഞ്ഞാൽ അത് ഹിന്ദുക്കളെ പറഞ്ഞു എന്ന് പറയണ്ടേ? അല്ല, നമ്മളാരും പറയുന്നില്ലല്ലോ. RSS-നെയോ മറ്റ് ഏത് സംഘടനയോ പറയുമ്പോഴും അത് ഹിന്ദുവിനെ പറയുന്നു നമ്മൾ പറയുന്നില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൂടി ചില തിരികെ കയറ്റലുകൾ നടത്തുന്നുണ്ട് എന്നുള്ളത് സത്യവും കൂടെയാണ്. അപ്പോൾ RSS-നെ പറയുമ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ RSS-നെയാണ് പറയുന്നത്, ഞങ്ങൾ ഹിന്ദുക്കളെയല്ല. പക്ഷേ ISIS-നെ പറയുമ്പോൾ ഇവർ പറയുന്നത് ഇസ്ലാം മതത്തെയാണ് പറയുന്നത് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഹനിയയിലേക്ക് തിരിച്ചു വന്നാൽ, ഹനിയ എന്ന് പറയുന്ന ഇസ്മയിൽ ഹനിയ യഥാർത്ഥത്തിൽ ഇറാൻ്റെ ക്ഷണമനുസരിച്ച് അങ്ങോട്ട് പോയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങോട്ട് പോയ വ്യക്തിക്ക് അവിടെ ഇറാൻ അവരുടെ പരമാധികാരിയായിട്ടുള്ള ഭരണാധികാരിയുടെ എല്ലാ സുരക്ഷയും അവർ കൊടുത്തു. എന്നിട്ട് പോലും മൊസാദ് അവിടെ കയറി ഇസ്മായിൽ ഹനിയെ തീർത്തു കളഞ്ഞു. അതായത് ഒക്ടോബറിൽ നടന്ന ഒരു റോക്കറ്റ് ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പ്രതിജ്ഞയെടുത്തു ഹമാസിനെ തുടച്ചു നിൽക്കുമെന്ന്. ഈ പാലസ്തീന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഹനിയെ തീർത്തത് വളരെ സൂക്ഷ്മമായിട്ടാണ്. ഹനിയയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു സുരക്ഷാ ഭടനും താമസിക്കുന്ന
ഹോട്ടലിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിത്തെറി വന്ന് അവർ രണ്ടുപേരും മാത്രമേ മരിച്ചിട്ടുള്ളൂ, ബാക്കി ആർക്കും ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. വളരെ കൃത്യതയോടെ സൂക്ഷ്മതയോടെ തങ്ങൾ ആരെയാണോ ലക്ഷ്യം വെച്ചത് അവരെ മാത്രം. അല്ല, അതിൽ വേറൊരു കാര്യമുണ്ട് പാർത്ഥൻ. ഈ ഹനിയ അവിടെ പോണമെങ്കിൽ പുതിയൊരു പിന്നെ സർക്കാർ അവിടെ അധികാരത്തിൽ വരണം. അങ്ങനെയാണെങ്കിൽ പഴയ സർക്കാരിനെ ഇല്ലാതാക്കണം. അപ്പോൾ പഴയ പ്രസിഡന്റിനെ ഇല്ലാതാക്കി പുതിയ പ്രസിഡന്റിനെ അവരോധിക്കുന്ന ചടങ്ങിൽ ഹനിയെ വിളിക്കുമെന്നറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് അപ്പോൾ ഏത് തലത്തിലാണ് മൊസാദിന്റെ ചിന്തകൾ എന്നുള്ളതാണ് കൃത്യമാണ്. അവർ ഏത് ഡയമെൻഷനിലാണ് ചിന്തിക്കുന്നത് എന്നാണ് അവർ മുൻകൂട്ടി കണ്ട് അവർ ചിന്തിക്കുന്നത് പോലെ, അവർ വിചാരിക്കുന്നത് പോലെ അവർ കൊണ്ടുപോകുന്നു. ആ പ്ലാനിങ്ങിലൂടെ കൃത്യമായി തീർത്തു കളയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടെ ആലോചിക്കണം. റിൻസനെ മൊസാദ് റാഞ്ചി, റിൻസൻ ഇപ്പൊ ആകാശത്താണോ താഴെയാണോ എന്നറിയില്ല, കാരണം സംരക്ഷിക്കാനായി. ഇതിപ്പോ ഹനിയെ ഇങ്ങനെ ദൈവപുത്രനെ ആരാധിക്കുന്ന ഈ ഓട്ടോ തൊഴിലാളി മൊസാദ് റാഞ്ചോ എന്നുള്ളതാണ് ഇനി കാണാനുള്ളത്. അല്ല, അത് ശരിയാണ്. മാത്രമല്ല അയാൾ ആരാണെന്നുള്ളത് വ്യക്തമാവാതിരിക്കണം, കാരണം അയാൾ ആരാണെന്നുള്ളത്, കാരണം അയാളെ ജീവന് കൂടി അത് ഭീഷണിയാണ്. അല്ല, കൃത്യമാണ്. ഒരു വലിയ ഒരു ഭീകരന്റെ ഫോട്ടോ വെച്ച് ഓടിക്കുന്നത് അത് പോലീസിന്റെയും ഇന്റലിജൻസിന്റെയും കേന്ദ്ര NIA ഉൾപ്പെടെയുള്ള ആളുകളുടെയും റഡാറിൽ പെട്ടിട്ടുണ്ടാവുമെന്ന് നമ്മൾ കരുതാം. എന്തായാലും അത് വെളിച്ചത്ത് വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഹനിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ ഹമാസിന്റെ രാഷ്ട്രീയ മേധാവിയാണ്. പലസ്തീന്റെ പ്രധാനമന്ത്രിയായിരുന്നു, ഇപ്പൊ രാഷ്ട്രീയ മേധാവിയായിരുന്നു. അദ്ദേഹത്തെയാണ്, ആ രാഷ്ട്രീയ മേധാവിയെയാണ് ഇവർ തീർത്തു കളഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിലുള്ള ഈ പൊളിറ്റിക്കൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഈ ഏത് കാര്യം പറഞ്ഞാലും ഇരവാദം മുഴക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ ഒരു സാമൂഹിക പശ്ചാത്തലത്തെ മുൻനിർത്തി കൊണ്ടുപോയി ഞങ്ങൾക്കെതിരെ പറയുന്നു എന്നുള്ള ഒരു നരേഷൻ ഉണ്ടാക്കാൻ ഇവിടെയുള്ള ഒരു പറ്റം പൊളിറ്റിക്കൽ ഇസ്ലാം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അതിൽ മാറ്റം വന്നു കൊണ്ടിരിക്കുന്നു. അതായത് യഥാർത്ഥത്തിൽ ആളുകൾക്ക് മനസ്സിലാവുന്നു, പ്രതികരണങ്ങളൊക്കെ വരുന്നത് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഇനിയും ഇസ്ലാമിനെ തഴുകി തലോടി മുൻപോട്ട് പോവുകയാണെങ്കിൽ CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ഇടതുപക്ഷം പൂർണ്ണമായിട്ടും കേരളത്തിലും മറ്റുള്ള ഇടങ്ങളിലൊക്കെ ശിഥിലമായിക്കൊണ്ടിരിക്കും എന്നൊരു ബോധ്യം പാർട്ടിക്ക് എങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചില അപസ്വരങ്ങളൊക്കെ പാർട്ടിയിൽ നിന്ന് P. ജയരാജന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. ഇസ്ലാമിക തീവ്രവാദികളെ, അതെ, ഇസ്ലാമിക തീവ്രവാദികളെ എതിർക്കേണ്ടത് അനിവാര്യമാണ്. അതിലൊന്നും വോട്ട് ബാങ്ക് ഒന്നും നോക്കേണ്ടതില്ല. ഇത് പൊതു ആവശ്യമാണ് എന്നുള്ളതാണ് നമ്മളൊക്കെ കാണേണ്ടത്. കാരണം ദേശീയത എന്ന് പറയുന്ന ഒരു ഒറ്റ ആശയത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ഇസ്ലാമിക തീവ്രവാദം എത്ര കണ്ട് മറ്റു പാർട്ടികൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഈ ഓട്ടോറിക്ഷക്കാരനെതിരെ എന്ത് നടപടിയാണ് വരും ദിവസങ്ങളിൽ സ്വീകരിക്കുക എന്നും നമുക്ക് കണ്ടിരിക്കാം, നോക്കാം.